السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പരമാവധി പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് മറിയമിലെ 66 മുതലുള്ള വചനങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويقول الإنسان أإذا ما مت لسوف أخرج حيا أولا يذكر الإنسان أنا خلقناه من قبل ولم يك شيئا فوربك لنحشرنهم والشياطين ثم لنحضرنهم حول جهنم جثيا ويقول الإنسان أإذا ما مت لسوف أخرج حيا أولا يذكر الإنسان أنا خلقناه من قبل ولم يك شيئا فوربك لنحشرنهم والشياطين ثم لنحضرنهم حول جهنم جثيا. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ വിഷയം അവസാനിച്ചു. അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയവർ റബ്ബു സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതി ഹൽ തഅലമു ലഹു സമീയ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും എല്ലാം റബ്ബാണ് അവൻ. അവനെ നീ ആരാധിക്കണം. അവൻ്റെ ആരാധനയിൽ ക്ഷമയോടെ നീ അതിൽ മുഴുകണം. അവന് പേരൊത്തവനെ ഒരാളെയും നിനക്ക് അറിയുകയില്ല, നിങ്ങൾ പേരത്താരും തന്നെ ഇല്ല എന്നതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ഇനി മറ്റൊരു വിഷയം പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ തൗഹീദ് പറഞ്ഞു, ഇനി ആഖിറത്താണ്. വയഖൂലുൽ ഇൻസാനു അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യാ. വയഖൂലുൽ ഇൻസാൻ, മനുഷ്യൻ പറയുന്നു. എന്തു പറയുന്നു? അഇദാ മാ മിത്തു, അഇദാ മാ മിത്തു, ഞാൻ മരിച്ചാലാണോ? അഇദാ മാ മിത്തു, ഇദാ നമുക്കറിയാം, മാ മിത്തു ഞാൻ മരിച്ചു കഴിഞ്ഞാലാണോ? ലസൗഫ ഉഖ്റജു, നിശ്ചയമായും ഞാൻ പുറപ്പെടുവിക്കപ്പെടുന്നത്, ഹയ്യ ജീവനോടുകൂടി രണ്ടാമത് പുറപ്പെടുവിക്കപ്പെടുമെന്നോ എന്ന് മനുഷ്യൻ പറയുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ജീവനോടെ ഖബറിന് പുറത്തേക്ക് വരും എന്നാണോ എന്ന് മനുഷ്യൻ പറയുന്നു. യഖൂലുൽ ഇൻസാൻ, മനുഷ്യൻ
പറയുന്നു എന്ത് ഇലാമാമിത്തു ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ തുമ്മ അതിനുശേഷം ലസൂഫ ഉഖ്റജു ഹയ്യ ജീവനോടെ ഞാൻ പുറപ്പെടുവിക്കപ്പെടുമെന്നോ എന്ന് മനുഷ്യൻ പറയുന്നു. സൗഫനൊരു വഴിയെ തീർച്ചയായും സൗഫ വഴിയെ പിന്നീട് ശേഷം എന്നർത്ഥമാണ് സൗഫ. പലപ്പോഴും വന്നുപോയ വാക്കാണ്, ഇതിൽ പുതിയ വാക്കൊന്നുമില്ല. മിത്തു എന്നാൽ ഞാൻ മരിച്ചു. മാത്ത എന്ന പദത്തിൽ മാത്തയെ മൂത്തു എന്ന വാക്കിൽ നിന്ന് മിത്തു അല്ലെങ്കിൽ മുത്തു രണ്ടും പറയാം. മാത്ത മരിച്ചു, മാത്ത യമൂത്തു മൗത്ത്. മിത്തു ഞാൻ മരിച്ചു അല്ലെങ്കിൽ മുത്തു രണ്ടും ഖുർആൻ ഉപയോഗിച്ച പ്രയോഗമാണ്. ഇതാ മാ മിത്തു ഞാൻ മരിച്ചതിന് ശേഷമോ ഞാൻ മരിച്ചാലോ ലസൗഫ ഉഖ്റജു നിശ്ചയമായും പിന്നീട് ഞാൻ പുറപ്പെടുവിക്കപ്പെടുമോ ഹയ്യ ജീവനുള്ളവനായിക്കൊണ്ട് പുറപ്പെടുവിക്കപ്പെടുമെന്നോ എന്ന് മനുഷ്യൻ പറയുന്നു, ചോദിക്കുന്നു. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് വ്യത്യസ്തമായ ശൈലികൾ എടുത്തു പറഞ്ഞ കാര്യമാണത്. യാസീൻ സൂറയിൽ പറഞ്ഞല്ലോ എന്ന് യാസീൻ കാണാം. അവൻ ഉദാഹരണവുമായി വന്നിരിക്കുന്നു. അവൻ ചോദിക്കുന്നു, നുരുമ്പിയ എല്ലുകളൊക്കെ ആരാണ് ഇനി ജീവിപ്പിക്കുക എന്ന് ചോദിക്കുന്നു. അതേപോലെ സൂറത്തുൽ റഅദിൽ അല്ലാഹു തആല പറഞ്ഞു വഇൻ തഅജബ് ഫഅജബുൻ ഖൗലുഹും അവരുടെ കൗല് അവരുടെ വാക്കത്ര അത്ഭുതമുള്ള കാര്യമാണ്. അതെന്താ ഇദാ കുന്നാ തുറാബൻ ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ് ഇദാ കുന്നാ തുറാബൻ നമ്മളൊക്കെ മണ്ണായി കഴിഞ്ഞാൽ ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ് ഒരു പുതിയ ജീവിതം പിന്നെ പുതിയ സൃഷ്ടിപ്പ് പിന്നെയും ഉണ്ടാകുമെന്നാണോ? ഇത് വല്ലാത്ത അത്ഭുതം തന്നെ എന്ന് അവര് പറഞ്ഞ വാക്കാണ് അത്ഭുതം നടന്നത്. അവരാ പറഞ്ഞതാണ് അത്ഭുതം. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഉണ്ടായി വന്നവർ പിന്നെ അവരെ ഇനി ഒന്നുകൂടെ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അതെങ്ങനെ ഉണ്ടാവുക എന്ന് ചോദിക്കുന്നുവെങ്കിൽ അതാകുന്നു അത്ഭുതം എന്ന് അല്ലാഹു തആല അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിലും അതേ ആശയമാണ് ഇവിടെയും പറഞ്ഞത്. മനുഷ്യൻ പറയുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവനോടെ പുറപ്പെടുവിക്കപ്പെടുമെന്നോ? ഇത് ഒരാൾ പറഞ്ഞതാണോ പൊതുവായി പറഞ്ഞതാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ കാണാം. വലീദ് ഇബ്നു മുഗീറ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് നബിയോട്. അപ്പൊ ആ ചോദ്യത്തെ പറ്റിയാണ് ഈ ആയത്തിറങ്ങിയത് എന്നും ചില അഭിപ്രായങ്ങൾ തഫ്സീറിലൊക്കെ കാണും. ഇമാം ഖുർത്തുബിയൊക്കെ അങ്ങനെയാണ് തഫ്സീർ ചെയ്തിട്ടുള്ളത്. അതെ, അത് പിന്നെ ഉബയ്യ് ഇബ്നു ഖലഫ് എല്ലുമായി വന്ന ഉബയ്യ് ഇബ്നു ഖലഫാണ്. അതും ആവാം ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം. ഇനി അതല്ല മൊത്തത്തിൽ നിഷേധികളായ ആളുകളുടെ ചോദ്യവുമാണത്. അപ്പം ഒരാൾ ചോദിച്ചതാണെങ്കിലും പൊതുവായുള്ള മനുഷ്യന്റെ ചോദ്യമായതുകൊണ്ടാവാം വയഖൂലുൽ ഇൻസാൻ. അപ്പൊ അവിടെ അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഉബയ്യ് ഇബ്നു ഖലഫ് ആകുന്ന ഉദ്ദേശം, അല്ലെങ്കിൽ വലീദ് ഇബ്നു മുഗീറയാണ് ഉദ്ദേശം. അതല്ല, അവരടക്കമുള്ള നിഷേധിക്കുന്ന ഏത് മനുഷ്യനും ഈ ചോദ്യം ചോദിക്കുന്നവർ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ബാധകം. അതുകൊണ്ടാണ് ഒരാളെ പറയാതെ വയഖൂലുൽ ഇൻസാൻ മനുഷ്യൻ പറയുന്നു എന്ന് പറഞ്ഞത്. ആ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ചോദിച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ട്, ശേഷമുണ്ട്. ഈ ഖിയാമത്ത് വരെയും ആ ചോദ്യം ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അപ്പൊ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് വയഖൂലുൽ ഇൻസാൻ എന്ന് ഉപയോഗിച്ചത്. ഉബയ്യ് ഇബ്നു ഖലഫാണ് ആ നുരുമ്പെ എല്ലെടുത്തിട്ട് കൈയിട്ട് പൊടിച്ചിട്ട് എന്താണ് മുഹമ്മദ് പറയുന്നത്, ഇതൊക്കെ ജീവിപ്പിക്കപ്പെടുമെന്നാണ് പറയുന്നത്, ഒന്ന് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നബിയോട് ചോദിക്കുന്നത്. അതാണ് മസലൻ, നമുക്കവൻ ഉദാഹരണവുമായി വന്നിരിക്കുന്നു. അതായത് മരിച്ചാൽ ജീവിപ്പിക്കാൻ കഴിയില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണല്ലോ ഈ എല്ലുകൊണ്ടിരുന്നത്. ജീവിപ്പിക്കാനൊന്നും പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഒരു എല്ലുമായി വരുന്നത്. അപ്പൊ നമുക്കതാ ഉദാഹരണവുമായി വന്നിരിക്കുന്നു. എന്നാൽ അവന്റെ സൃഷ്ടിപ്പവൻ മറക്കുകയും ചെയ്തു. ഈ ചോദിക്കാൻ ഓനെങ്ങനെ ഉണ്ടായത്? ഒരു എല്ല് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ മനുഷ്യന്മാരൊക്കെ ഉണ്ടായി വന്നത്. എന്നാൽ അവൻ പിന്നെ ഒരു എല്ലും കയ്യിൽ പിടിച്ച് വന്നിരിക്കുന്നു. ഈ നുരുമ്പ് എല്ലുകളൊക്കെ ആരാണ് ജീവിപ്പിക്കുക എന്നും ചോദിച്ചുകൊണ്ട് അവനതാ വരുന്നു. അല്ലാഹു കൊടുത്ത മറുപടി ആദ്യ തവണ ആരാണോ ഇതിനെ ഉണ്ടാക്കിയത് അവൻ തന്നെ അതിനെ വീണ്ടും ഉണ്ടാക്കിക്കൊള്ളും. അതാണ് ആരാന്ന് പറഞ്ഞില്ല. ഈ എല്ലിനെ ആദ്യം ഉണ്ടാക്കിയത് ആരാണോ? അന്നൊരു എല്ലും ഇല്ല,
ഒരു എല്ലുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈ എല്ലിനെ ഒരുത്തുണ്ടാക്കിയല്ലോ, അവൻ തന്നെ ശേഷം അത് ഉണ്ടാക്കിക്കൊള്ളും എന്നാണ് അല്ലാഹു തആല അവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെയും അതേ ചോദ്യം അല്ലാഹു തആല എടുത്തു പറയുന്നു. അപ്പോൾ യഖൂലുൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ ഇൻസാന് ഉബയ്യ് ഇബ്നു ഖലഫ്, അല്ലെങ്കിൽ ആ ഇൻസാന് വലീദ് ഇബ്നു മുഗീറ. ഇനി അവരാണെങ്കിലും അല്ലെങ്കിലും ഏത് ഇൻസാനും ചോദിക്കുന്ന ധാരാളം ഇൻസാൻ ലോകത്തുണ്ട്. ആ ഇൻസാനൊക്കെ അവർ ചോദിക്കുന്നു, അഇദാ മാ മിത്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ലസൗഫ ഉഖ്റജു ഹയ്യാ, ജീവനോടെ ഞാൻ പുറപ്പെടുവിക്കപ്പെടുമെന്നോ എന്ന് മനുഷ്യൻ ചോദിക്കുന്നു. അല്ലാഹു തആല മറുപടി പറഞ്ഞത്, അവലാ യദ്കുറുൽ ഇൻസാൻ അന്നാ ഖലഖനാഹു മിൻ ഖബൽ വലം യകു ശൈആ. അവലാ യദ്കുറുൽ ഇൻസാൻ, അവലാ യദ്കുറു, ഓർക്കുന്നില്ലയോ, അവലാ യദ്കുറു, യദ്കുറു ഓർക്കുക, ലാ യദ്കുറു ഓർക്കുന്നില്ല, അലാ യദ്കുറു എന്നർത്ഥം. അലാ യദ്കുറു വ അലാ യദ്കുറു എന്നാണ്, അത് അവലാ യദ്കുറു എന്നായി മാറി എന്ന് മാത്രം. അവലാ യദ്കുറു, അവൻ ഓർക്കുന്നില്ലയോ, എന്തോർക്കുന്നില്ലേ? അന്നാ അവലാ യദ്കുറുൽ ഇൻസാൻ, ആ മനുഷ്യൻ ഓർക്കുന്നില്ലേ, അന്നാ ഖലഖനാഹു, അന്നാ തീർച്ചയായും നാം, ഖലഖനാഹു നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ ഖബ്ലു ഇതിനു മുമ്പ്, ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അവിടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അന്ന് വലം യകു ശൈആ, വലം യകു അവനായിരുന്നില്ല, ശൈആ യാതൊന്നുമായിരുന്നില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, ഒരു എല്ലുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈ ചോദിക്കുന്ന മനുഷ്യനെ അല്ലാഹ് പഠിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ പിന്നെ പടക്കപ്പെട്ട് വളർന്ന് വലുതായി എണീറ്റിക്കാൻ മാത്രം വലുപ്പായപ്പോൾ ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ എങ്ങനെ രണ്ടാമത് ഞാൻ ഉണ്ടാവുക, മരിച്ചാൽ പിന്നെ രണ്ടാമതൊന്നും എങ്ങനെ കൊണ്ടുവരാൻ കഴിയുക എന്നവൻ ചോദിക്കുന്നു. അപ്പൊ അവിടെയും യാസീൻ പറഞ്ഞ പോലെ തന്നെ ഇവന്റെ ഒന്നാമത്തെ സൃഷ്ടിപ്പിനെ എടുത്തു കാണിച്ചുകൊണ്ടാണ് അല്ലാഹു തആല രണ്ടാമത്തെ സൃഷ്ടിപ്പ് ഉണ്ടാവുന്നത് സ്ഥാപിച്ചു കൊടുക്കുന്നത്. രണ്ടാമത് എങ്ങനെ ഉണ്ടാവും ചോദിക്കുമ്പോൾ ഒന്നാമതുണ്ടായല്ലോ, ഒന്നാമതുണ്ടായെങ്കിൽ പിന്നെ രണ്ടാമതുണ്ടാകാൻ പണില്ല. ഏത് കാര്യവും ആദ്യത്തേതാണ് പണി, ഏത് കാര്യത്തിലും ഒന്നാമത്തേതാണ് ഏറ്റവും പ്രാധാന്യം. രണ്ടാമത്തും മൂന്നാമത്തും നാലാമത്തൊന്നും പിന്നെ പ്രശ്നമില്ല. ഒന്നുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതേപോലെ എത്ര ഉണ്ടാവാലോ, അതൊരു അത്ഭുതമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് റേഡിയോ കണ്ടുപിടിച്ചാൽ ഇപ്പോഴും ആ പഴയ അന്നത്തെ റേഡിയോ കണ്ടുപിടിച്ച ആളെ പേരെ പറയാം. അന്നത്തെ റേഡിയോ ഇന്നത്തെ റേഡിയോ തമ്മിൽ യാതൊരു ബന്ധമില്ല. എന്നാൽ എത്രയോ ഉഷാറായ പുതിയ പുതിയ സംവിധാന റേഡിയോ വന്നു. എന്നാലും റേഡിയോ കണ്ടുപിടിച്ച ആൾക്കാണ് ഇപ്പോഴും പേര്. അതാണ് ആദ്യം ഉണ്ടായത്. പിന്നുണ്ടാക്കിയതൊക്കെ അത് നോക്കിയിട്ട് അയിമത് ഡെവലപ്പ് ചെയ്താണ്. അപ്പൊ ഏത് കാര്യവും ആദ്യമായി കണ്ടുപിടിക്കുന്ന ആള്, ബൾബ് കണ്ടുപിടിച്ച ആള്, സ്കൂളിൽ ഇപ്പോഴും കുട്ടികളെ പിടിക്കും ബൾബ് കണ്ടുപിടിച്ച ആൾ ആരാണ്. അന്നത്തെ ബൾബും ഇന്നത്തെ ബൾബും തമ്മിൽ എത്രയോ അന്തരമുണ്ട്. പക്ഷെ ഒന്നാമതായി അങ്ങനെ സംവിധാനം കണ്ടെത്തിയവൻ അത്ഭുതമായി ഇന്നും അത് ചരിത്രം ഓർക്കുന്നുവെങ്കിൽ അതാ പഠിച്ചു ചോദിച്ചത്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഓൻ ആദ്യം ഉണ്ടാക്കിക്കാണല്ലോ, അന്ന് ഓനെ ചോദിക്കാനില്ല. അതാണ് മിൻ ഖബ്ലു, ഇതിനു മുമ്പ്, ഈ ചോദ്യവുമായി അവൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവനെ പഠിച്ചിട്ടുണ്ട്. വലം യകു ശൈആ, വലം യകു അവനായിരുന്നില്ല, കാന യകൂനു എന്നാണ് വലം യകു എന്ന് പറഞ്ഞത്. വലം യകുൻ എന്നാണ് ശരിക്ക്, കാന യകൂനു എന്നതാണ് പദം. അത് ലംബ് വന്നു, ലംബ് വന്നാല് അവസാനം സുക്കൂനായി മാറും. കാന യകൂനു ലം എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ഫെയിൽ മുദാരിയാണ്. ഫെയിൽ മുദാരിന്റെ മുമ്പിൽ ലം വന്നാൽ അവസാനം ജസ്മായി മാറും. ഇവിടെ നിന്ന് അടയാളം സുക്കൂനാണ്. അപ്പോ ലം യകൂൻ എന്നാവണം, ലം യകൂൻ. അപ്പൊ വാവിനും സുക്കൂന് നൂനും സുക്കൂൻ, രണ്ട് സുക്കൂനും ഒപ്പം വരാൻ പറ്റില്ല. അപ്പൊ ഒന്നേ കളഞ്ഞു. അപ്പൊ ലം യകുൻ, ഇത് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ലം യകുൻ പല സ്ഥലത്ത് ഖുർആൻ വന്ന വാക്കാണ് ലം യകുൻ. ഈ അറബികൾ അവിടെ ചെയ്ത സൗകര്യാർത്ഥമാണ് ഇതിനെയും കളയാന്നുള്ളത്. അതാണ് ലം യകു എന്ന് പറഞ്ഞത്. അപ്പൊ രണ്ടും ഉപയോഗിക്കാം. ലം സൗകര്യാർത്ഥം അറബികൾ അങ്ങനെ ഉപയോഗിച്ചു പോരുന്നു. അല്ലാതെ ഗ്രാമർ അനുസരിച്ചുള്ള ന്യൂനുകളുടെ ആവശ്യം പ്രത്യേകിച്ചില്ല. വാവനെ കളഞ്ഞത് ഇൽത്തിഖാഉസാക്കിനാണ്. എന്നാൽ ന്യൂനെ കളയാൻ പ്രത്യേകിച്ച് അങ്ങനെ നിയമമില്ല. അത് അറബികൾ പോലെ ഭാഷയിലങ്ങനെ കളഞ്ഞുകൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് അല്ലാഹു അംഗീകരിച്ചിട്ടുമുണ്ട്. ഖുർആനിൽ രണ്ടും വന്നു, ലം യകുൻ എന്നും വന്നു, ലം യകു എന്നും. ഹൽ അതാദൽ ഇൻസാനു ഹീനൻ മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ.
അത് മുന്തിക്കും ചെയ്യാം. അതിന് നിയമം പറയാണ്. ശരിക്കും വേണ്ടത് ആദ്യമാണ്, വാവ് ആദ്യം, പിന്നെ വ അല എന്നാണ്. പക്ഷെ അവിടെ ഈ ഹംസ വരുമ്പോഴുള്ള നിയമമാണ് ഈ വാവിനെയും ഫായിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തിക്കും ചെയ്യാവുന്ന ചില സന്ദർഭങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും പറ്റില്ല, അതിന് നിയമം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അല്ലാഹു തആല ചോദിക്കുന്നത് വലം യകു, അവനായിരുന്നില്ല, ശൈആ, യാതൊന്നും ആയിരുന്നില്ല. ആ ഒരു അവസ്ഥയിൽ ഞാൻ അവനെ പടച്ചിട്ടുണ്ടല്ലോ, അത് അവൻ ഓർക്കുന്നില്ലേ? ആ ഓർമ്മ മനുഷ്യന് ഇല്ലേ? അവലാ യദ്കുൽ ഇൻസാൻ അന്നാ ഖലഖനാഹു മിൻ ഖബൽ, അവനെ നാം മുമ്പ്, ഇതിനു മുമ്പ് നാം അവനെ പടച്ചിരിക്കുന്നു. വലം യകു ശൈആ, അവൻ യാതൊന്നും ആയിരുന്നുമില്ല എന്ന ഓർമ്മ അവനില്ലേ? ആ ഓർമ്മ ഉണ്ടെങ്കിലോ? ആ ഓർമ്മ ഉണ്ടെങ്കിൽ ചോദിക്കൂല. ഞാൻ മരിച്ചാൽ രണ്ടാമത് വരുമെന്ന് ഈ ഓർമ്മ ഉള്ളവൻ ചോദിക്കൂല. അത് ഇല്ലാത്തതുകൊണ്ടാണ് ഓൻ ഇത് ചോദിക്കാൻ ഞാൻ എങ്ങനെ ഉണ്ടായി എന്ന് ആലോചിച്ചാൽ മതി. മരിച്ചാൽ പിന്നെ എണീക്കുമ്പോൾ ചോദിക്കാൻ ഓൻ ഉണ്ടായത് എവിടുന്ന? ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പൊ ഉണ്ടല്ലോ, ആ ഉള്ളതിനെ ഒന്നുകൂടെ പൊടി തട്ടിയെടുത്ത് കൊണ്ടുവരിക എന്നുള്ളത് ആദ്യമുണ്ടാക്കിയവന് പ്രയാസമുള്ള കാര്യമല്ല. അല്ലാഹു പറയുന്നുണ്ട് സൂറത്തു റൂമില്, വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി. വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ, അവനാണ് സൃഷ്ടിപ്പ് ആരംഭിക്കുന്നവൻ. സുമ്മ യുഈദുഹു, പിന്നെ ആ സൃഷ്ടിപ്പിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ ആവർത്തിക്കുന്നു. ആരംഭിച്ചവനാണ്, പിന്നീട് ആ സൃഷ്ടിപ്പിനെ മടക്കിക്കൊണ്ടുവരുന്നതും അവൻ തന്നെയാണ്. വഹുവ അഹ്വനു അലൈഹി, അതാവട്ടെ അല്ലാഹുവിന് എളുപ്പമുള്ള കാര്യവുമാണ്. അപ്പൊ ആദ്യം ഉണ്ടാക്കിയതല്ല, രണ്ടാമത് അതിനെ വീണ്ടും ആവർത്തിക്കുന്നു. സുമ്മ യുഈദുഹു, ആ സൃഷ്ടിപ്പവൻ ആവർത്തിക്കുന്നു, അത് തിരിച്ചു കൊണ്ടുവരുന്നു. രണ്ടു നിലക്കുമാകാം. ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് തിരിച്ചു കൊണ്ടുവരുന്നു. ഞാൻ എല്ലാ സൃഷ്ടിപ്പിൽ തന്നെയും ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പ് എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ 10 കൊല്ലം കൊണ്ട് എല്ലാം മാറുന്ന പൊതുവെ പറയുന്നത്. 10 കൊല്ലം മുമ്പുള്ള നമ്മളല്ല ഇപ്പം നമ്മള്. ഒക്കെ മാറി, മുടി മാറി, നഖം മാറി, തൊലി മാറി, ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. തുച്ഛം ചില അവയവങ്ങൾ മാത്രമേ മാറാത്ത ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ 10 കൊല്ലം കൊണ്ട് മാറുന്നുണ്ട്. എല്ലാം അങ്ങനെ മാറി 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 സൃഷ്ടിപ്പ് ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വഹുവ യുഈദുഹു, അതവൻ ആവർത്തിക്കുന്നു എന്ന് പറയുന്നത്. അല്ല, അന്ന് ഉമ്മാനെ വയറ്റിൽ പോകുന്ന ആ കോലത്തല്ലല്ലോ നമ്മളുള്ളത്. ഉമ്മാനെ വയറ്റ അല്ല പഠിച്ചോ നമ്മള്. ദുനിയാവക്ക് വന്നപ്പോഴേക്ക് 9 മാസം കൊണ്ട് എത്ര മാറ്റം വന്നു? കേവലം 9 മാസങ്ങൾ കൊണ്ടാണ് ഒരു കുട്ടി രൂപപ്പെട്ട് വന്ന് ലക്ഷണമൊത്ത കുട്ടിയായി വരുന്നത്. പിന്നെ ദുനിയാവക്ക് വന്നു കഴിഞ്ഞാൽ തന്നെയും ഓരോ സമയത്തും അവന് ശരീരത്തിൽ ഈ സൃഷ്ടിപ്പ് അങ്ങനെ ആവർത്തിക്കുന്നു. അതാണ് വഹുവ യുഈദുഹു, ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആദ യഊദുന് ആവർത്തിക്കുക എന്ന അർത്ഥമുണ്ട്. തിരിച്ചു വരിക, മടങ്ങുക എന്നും അർത്ഥമുണ്ട്. ആദ എന്ന പദത്തിൽ ആദ റജഅ, മടങ്ങി എന്നുണ്ട്. അതല്ല ആവർത്തിച്ചു. ഈദ്, ആദ എന്ന വാക്കിൽ ഈദ് ഉണ്ടായത് പെരുന്നാൾ. അത് എല്ലാ കൊല്ലവും അതിങ്ങനെ ആവർത്തിച്ചു വരുന്നത്. അതുകൊണ്ടാണ് അത് ഈദ് എന്ന് പേരുന്നത് പെരുന്നാളിന്. അപ്പൊ അതും ആദയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ മനുഷ്യനെ അല്ലാഹു തആല പടച്ചു എന്ന് മാത്രമല്ല, അവന്റെ സൃഷ്ടിപ്പ് അല്ലാഹു ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നവരെ അവന്റെ ശരീരത്തിലെ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ മാറി 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 നടക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന അള്ളാഹ്ക്ക് പിന്നെ ഓരോന്ന് മരിച്ച് മണ്ണിക്കാട് ചേർന്നാൽ രണ്ടാമത് അവിടുന്ന് പിന്നെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് എങ്ങനെ പറയും? ഒരു ഓർമ്മയില്ലേ? ചബലായതുക്കുറു, അവൻ ഓർക്കുന്നില്ലേന്നാ. ആ മനുഷ്യൻ ഓർക്കുന്നില്ലേ ഞാൻ അവനെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. വലം യകു ശൈആ, അന്നവൻ ഒന്നുമായിരുന്നില്ല. അതെ, ഹൗന് അഹ്വൻ. ഹൗന് എളുപ്പം, നിസ്സാരം. അതിലെ സൂപ്പർലേറ്റീവാണ് അഹ്വൻ, ഏറ്റവും നിസ്സാരമാണ്. അപ്പൊ രണ്ടാമത് പഠിക്കുന്നത് അല്ലാഹ്ക്ക് ഒന്നുമല്ല. ആദ്യം പഠിച്ച അള്ളാഹിനെ സംബന്ധിച്ച് പിന്നെ രണ്ടാമത് കൊണ്ടുവരിക എന്ന് വഹുവ അഹ്വനു അലൈഹി, അത് അവന് ഏറ്റവും നിസ്സാരമായ കാര്യമാകുന്നു. ഏത് കാര്യത്തിലും നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ സൃഷ്ടിപ്പാണ് പ്രയാസം, രണ്ടാമത്തെ പിന്നെ പ്രയാസമില്ല. പത്രം അടിക്കുമ്പോൾ ഒന്നാമത്തെ പത്രമാണ് തയ്യാറാവേണ്ടത്. അള്ളാഹ്ക്ക് എല്ലാം എളുപ്പമാണ്. അള്ളാഹ്ക്ക് എല്ലാം അഹ്വനു അലൈഹിയാണ്. ആയത്ത് രണ്ടാമത്തൊക്കെ അള്ളാഹ്ക്ക് അഹ്വനു അലൈഹിയാണ്. പക്ഷേ സാധാരണഗതിയിൽ എന്താണ്, ഒന്നാമത്തെ ഉണ്ടാക്കിയവന് രണ്ടാമത്തെ കഴിയില്ലാന്നാരും പറയുകയില്ല. 10 ലക്ഷക്കണക്കിന് കോപ്പി പത്രം അടിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കോപ്പി സെറ്റ് ചെയ്യണവരാണ് എഡിറ്റർക്ക് പണിയുള്ളത്.
ഒന്നാമത്തെ കോപ്പിയായി ഫുള്ള് സെറ്റായി റെഡിയായി പ്രിന്റിങ്ങിന് മെഷീൻ കയറി കഴിഞ്ഞാൽ പിന്നെ എഡിറ്റർക്ക് പോകാം. പിന്നെ എത്ര ലക്ഷം കോപ്പിയും ബംഗാളി അടിച്ചോളും. അടിച്ച് പോകാൻ പാക്ക് ചെയ്ത് ഓനത് മടക്കി റെഡിയാക്കി അത് കൊടുക്കാൻ എത്തിക്കോളും. ഒന്നാമത്തെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനം. ഏതിലും അങ്ങനെയാണ്. അപ്പൊ ഇല്ലായ്മയിൽ നിന്ന് ഒന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന അല്ലാഹു തആല അവന് പിന്നെ ഈ ഉള്ളതിന് രൂപമാറ്റം സംഭവിച്ചാൽ അതിൽ ഒന്നുകൂടെ പഴയ പോലെ ആക്കുക എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. മാത്രമല്ല എല്ലാം അല്ലാഹു തആല അറിയുന്നുമുണ്ട്. ഓരോ സൃഷ്ടിയും എവിടെയാണ്, എന്താണ്, മരിച്ച മണ്ണടിഞ്ഞ് പോയാലും എവിടെ കിടക്കുന്നു അതും അല്ലാഹുക്കറിയാം. സൂറത്ത് ഖാഫിൽ പറഞ്ഞല്ലോ, ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീദ്. അവരിൽ നിന്ന് മണ്ണ്, ഭൂമി എന്തൊക്കെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം. അറിയാന്ന് മാത്രമല്ല, വഇൻദനാ കിതാബുൻ ഹഫീദ്, എല്ലാം സൂക്ഷിച്ചു വെച്ച രേഖയുമുണ്ട് അവിടെ. മനുഷ്യന്റെ ശരീരം മണ്ണോട് ചേരുമ്പോൾ ആ മണ്ണിൽ എവിടെയൊക്കെ മനുഷ്യന്റെ പാർട്സ് അലിഞ്ഞു ചേർന്ന് പോയിട്ടുണ്ട് അത് അല്ലാഹുക്കറിയാം. അതെല്ലാം രേഖയുമുണ്ട്. എങ്കിൽ ആ പാർട്സൊക്കെ മണ്ണിന്ന് തിരിച്ചു കൊണ്ടുവരിക. മണ്ണ് അല്ലാഹുവിൻ്റെതാണ്, ഭൂമി അല്ലാഹുവിൻ്റെതാണ്, ഈ തടിയും അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹു തന്ന തടി അല്ലാഹുവിന്റെ പടപ്പായ മണ്ണിലേക്ക് ലയിച്ചു ചേർന്നാൽ ആ മണ്ണിൽ ഈ മനുഷ്യ ശരീരം എവിടെ കിടക്കുന്നു അത് അല്ലാഹുക്കറിയാം. അതിൽ നിന്ന് ഒന്ന് എണീക്കെന്ന് പറഞ്ഞാൽ ആ പാർട്സൊക്കെ രണ്ടാമതുണ്ട് പുറത്തേക്ക് വരുന്നത് ഒരു പ്രയാസവുമില്ല. ഖബർ ശിക്ഷ ശാരീരികമല്ലാതെ പറയുന്നവർക്കും ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഖബർ ശിക്ഷ ശാരീരികമല്ല, കേവലം സ്വപ്നമാണ് എന്ന് പറയുമ്പോൾ ചില മുഅ്തസിലികളൊക്കെ ന്യായം പറഞ്ഞു, ശരീരം അലിഞ്ഞ് ഇല്ലാതായി പോയില്ലേ, പിന്നെ എങ്ങനെ ശിക്ഷിക്കാന്ന്. ശരീരം അലിഞ്ഞ് ലയിച്ചു പോയല്ലോ, പിന്നെ ശിക്ഷിക്കാൻ കഴിയുമെന്നാ? അത് നമുക്കേ ചെയ്യത്തുള്ളൂ. അല്ലാഹ്ക്ക് എന്താ ലയിച്ചു പോയെന്നത്? ഇത് ഇല്ലാതായതല്ല, ഈ സൃഷ്ടി മറ്റു സൃഷ്ടിയുടെ ഭാഗമായി മാറി. അത് ഏത് അവസ്ഥയിലേക്ക് മാറിയാലും ആ അവസ്ഥയിൽ വെച്ച് അതിന് രക്ഷയും ശിക്ഷയും നൽകാൻ അല്ലാഹ്ക്ക് എന്താ പ്രയാസം? ഈ ശരീരം ഇങ്ങനെ മജ്ജയും മാംസവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലേ ഇതിന് വേദന കൊടുക്കാൻ പറ്റുള്ളൂ എന്നല്ലോ ഉണ്ടോ? ഇല്ല. വേദന പല രൂപത്തിൽ കൊടുക്കാലോ, നമുക്ക് പരിചയപ്പെട്ട് വേദനിപ്പിക്കുക ഇത് മാത്രമേ ഉള്ളൂ. അതേസമയം മജ്ജയും മാംസവും ഒന്നും ഇല്ല, അതൊക്കെ ഇല്ലാതായി അലിഞ്ഞ് ചേർന്ന് പോയി, എന്നാൽ അതിന് വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് അല്ലാഹുവിനെ പറ്റി പറയാൻ കഴിയുമോ? ഇല്ല. അതാണ് ആ ചോദ്യം വരുന്നത്. ശരീരം നശിച്ചില്ലേ, പിന്നെ എങ്ങനെ ശിക്ഷിക്കപ്പെടുക? അതൊന്നും ന്യായമല്ല. ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും, അവരിൽ നിന്ന് ഭൂമി എന്തൊക്കെ ചുരുക്കുന്നു അത് നമുക്കറിയാം. വഇൻദനാ കിതാബുൻ ഹഫീദ്, എല്ലാം സൂക്ഷിച്ച രേഖ നമ്മുടെ പക്കൽ ഉണ്ട് താനും. അപ്പൊ അതിൽ നിന്ന് ആ ശരീരത്തെ, ആ മണ്ണിൽ നിന്ന് മനുഷ്യനെ രണ്ടാമത് കൊണ്ടുവരിക എന്നത് അല്ലാഹുവിനെ സംബന്ധിച്ച് ഒരു പ്രയാസത്തിന് ഒറ്റ വിളി ആവശ്യമുള്ളൂ. ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ ഫഇദാഹും ബിസ്സാഹിറ, ഒരൊറ്റ ഘോര ശബ്ദം മാത്രം. അപ്പോഴേക്കും അതാ അവരെല്ലാവരും ഭൂമുഖത്ത് എത്തിക്കഴിഞ്ഞു. രണ്ടാമത്തെ ഊത്ത്, ഇസ്രാഫീലിന്റെ സൂറിലെ രണ്ടാമത്തെ ഒറ്റ ഊത്ത്, ആ ഊത്തോടുകൂടി എല്ലാവരും അതാ എഴുന്നേറ്റ് വന്നു. അതിന് വേറെ അല്ലാഹ്ക്ക് വേറെ പണിയുടെ ആവശ്യമില്ല. എണീക്കട്ടെ അല്ലാഹു ഉദ്ദേശിച്ചാൽ മതി, എല്ലാവരും മണ്ണെന്ന് എണീക്കുന്നു. അപ്പൊ അവനെ ഓർക്കുന്നില്ലേന്നാ, ഞാൻ അവനെ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഹദീസിൽ കാണാം, അല്ലാഹ് പറയുന്നു എന്ന് പറഞ്ഞ നബി തങ്ങൾ പറഞ്ഞ ഹദീസ്, ഖുദ്സിയായ ഹദീസിൽ കാണാം, യഖൂലുല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, കല്ലബനി ഇബ്നു ആദം, ആദമിന്റെ മക്കൾ എന്നെ കളവാക്കുന്നു. വലം യകുൽ ലഹു അൻ യുകല്ലിബനി, എന്നെ കളവാക്കാൻ അവന് യാതൊരു ന്യായവുമില്ലതാനും. വആദാനി ഇബ്നു ആദം, ആദമിന്റെ മക്കൾ എന്നെ പ്രയാസപ്പെടുത്തുന്നു. വലം യകുൽ ലഹു അൻ യുഅ്ദിയനി, എന്നെ പ്രയാസപ്പെടുത്താൻ അവന് യാതൊരു ന്യായവുമില്ല എന്ന് അല്ലാഹു വിശദീകരിക്കുന്നു. എന്നെ കളവാക്കുക എന്നത് ഫഖൗലുഹു ലൻ യുഈദനി കമാ ബദഅനി, എന്നെ എൻ്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചതുപോലെ രണ്ടാമത് ഇനി മടക്കുകയില്ല എന്നവൻ പറയുന്നു. അത് അല്ലാഹുവിനെ കളവാക്കലാണ്. ആദ്യം പഠിച്ച അല്ലാഹ്ക്ക് പിന്നെ രണ്ടാമത് പഠിക്കാൻ കഴിയില്ല എന്നല്ല അർത്ഥം. അത് അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ ചോദ്യം ചെയ്യാൻ റബ്ബിനെ കളവാക്കലാണ്. അതിലും കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ആദ്യം പഠിച്ച എനിക്ക് രണ്ടാമത് ചെയ്യാൻ കഴിയില്ല എന്നവൻ വാദിക്കുന്നു. ആദ്യത്തെ സൃഷ്ടിപ്പ് അടുത്ത സൃഷ്ടിപ്പിനേക്കാൾ എന്നെ സംബന്ധിച്ച് നിസ്സാരമായതല്ല. എനിക്കെല്ലാം നിസ്സാരമാണ്, എല്ലാം ഒരേപോലെ.
ആയത്ത് കുറച്ച് പ്രയാസം, മറ്റു കുറച്ച് പ്രയാസം കൊണ്ട് എന്നൊന്നില്ല. എന്നിരിക്കെ ആയത്തെ സൃഷ്ടിപ്പ് നടത്തിയ എനിക്ക് പിന്നെ രണ്ടാമം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ എന്നെ കളവാക്കുന്നു. എന്നെ പ്രയാസപ്പെടുത്തുന്നത് എന്താണ്? വഅമ്മ അദാഹു ഇയ്യായ, എന്നെ പ്രയാസപ്പെടുത്തുന്നത് ഫഖൗലുഹു ഇന്നലി വലദാ, എനിക്ക് മക്കളുണ്ട് എന്നവൻ പറയുന്നു. അല്ലാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്നു. എന്നാൽ വഅനൽ അഹദുസ് സമദുൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഞാനാവട്ടെ അഹദാണ്, സമദാണ്, ജനിക്കാത്തവനാണ്, മക്കൾക്ക് ജന്മം നൽകാത്തവനാണ്, സമാനമായി ആരുമില്ലാത്ത നിരാശ്രയനാണ് ഞാൻ എന്ന എന്നെപ്പറ്റി അവർ പറയുന്നു. എനിക്ക് മക്കളുണ്ട് എന്നവർ പറയുന്നു എന്ന് ഹദീസിൽ കാണാം. ഏതായാലും അവർ റബ്ബ് പറയുന്നത്, മനുഷ്യൻ ഓർക്കുന്നില്ലേ ഇതിനു മുമ്പ് ഞാൻ അവനെ പടച്ചു, വലം യകു ശൈആ, അവൻ യാതൊന്നും ആയിരുന്നില്ല, ആ അവസ്ഥയിൽ ഞാൻ അവനെ പടച്ചു എന്നവൻ ഓർക്കുന്നില്ലേ? അവലാ യഖുൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ ഖബൽ വലം യകു ശൈആ. അതൊരു പ്രയോഗമാണ്. അതിപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. ചിലതൊക്കെ അല്ലാഹു തആല ആലങ്കാരികമായി പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ രോഗിയായി, എന്നെ നീ സന്ദർശിച്ചില്ല എന്ന് റബ്ബ് ചോദിക്കും എന്ന് കാണാം. അപ്പോൾ അവിടെ ചോദിക്കും, നീ എങ്ങനെ രോഗിയാകും? അത് പറഞ്ഞത്, എൻ്റെ അടിമ രോഗിയായി എന്നെ അവിടെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ എനിക്ക് എന്നെ അവിടെ കണ്ടെത്താമായിരുന്നു. അപ്പോൾ അത്തരം കുറേ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അള്ളാഹിനെപ്പറ്റി മോശമായത് പറയാം, ഓനെപ്പറ്റി മോശമായ ആക്ഷേപകരമായ സംസാരം പറയുന്ന അർത്ഥത്തിലാണ് അവിടെ അള്ളാഹിനെ പ്രയാസപ്പെടുത്തുക എന്ന് പറഞ്ഞത്. അതെ, അതും അതെ, എങ്ങനെ ഉണ്ടാവാം അല്ലാഹു അഅലം. അവിടെ നോട്ടെ ബാക്കി നമുക്ക്. ഹവ്വിനെ എളുപ്പമാക്കണേ, നിസ്സാരമാക്കണേ. ഇതന്നെ ഹവ്വിന്, ഹവ്വിനെ സക്രാത്തുൽ മൗത്ത്, മരണവേദന നീ ലഘൂകരിക്കണേ, എളുപ്പമാക്കണേ എന്നത്ര ഹവ്വിൻ എന്ന് പറഞ്ഞത്. അതെ, അതുപോലെ തന്നെ മക്ക മുശ്രിക്കുകൾ എല്ലാവരും ഒരേ തരത്തിലല്ല, പലതരം വിശ്വാസക്കാർ അതിലുണ്ട്. മരണശേഷം ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഇല്ലാന്ന് വിശ്വസിക്കുന്നവരും അവരുണ്ട്. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ഒരു ഹൈന്ദവ സഹോദരങ്ങളെ പോലെ എല്ലാവർക്കും ഒരേ വിശ്വാസമല്ലല്ലോ, അത് പല തരക്കാരാണ് എന്ന പോലെയാണ് അവർ. പലരും അതിലെന്താണ്, മിക്കവാറും ആളുകൾ, ഭൂരിപക്ഷ ആളുകൾ വിശ്വാസമുള്ളവരാണ്, മരണശേഷം ജീവിതമുണ്ട്. പക്ഷെ ഒരു പറഞ്ഞത് അത് വലിയ പ്രശ്നമില്ല, കാരണം ദുനിയാവിൽ എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, അവിടെയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പലരും മരിച്ചാൽ മുന്തിരി വള്ളിയുടെ ചുട്ടിൽ കുഴിച്ചിടണം എന്നൊക്കെ പറഞ്ഞത്. എനിക്ക് അവിടുന്നും കള്ളു കിട്ടാമല്ലോ എന്ന് പറഞ്ഞത്. ചിലരൊക്കെ വസിയത്തിൽ, ഞാൻ മരിച്ചാൽ എൻ്റെ കുതിരയെ കൊന്നിട്ട് എൻ്റെ കൂടെ കുഴിച്ചിടണം, കാരണം പരലോകത്തേക്ക് എണീറ്റ് പോകുമ്പോൾ എനിക്ക് ആ കുതിരപ്പുറത്ത് പോകാമല്ലോ എന്നാണ്. അങ്ങനെ വസിയത്തിൻ്റെ മനുഷ്യന്മാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താൻ മരിച്ച അവർ കുതിരയും കൂടി കുഴിച്ചിടുക, അപ്പോൾ എണീക്കുമ്പോൾ കുതിര എണീക്കും, അപ്പോൾ ആ കുതിരൻ്റെ മേലെ കയറിയിട്ട് എനിക്ക് പോകാം. അപ്പോൾ എനിക്ക് അത്രേ ഉള്ളൂ, ഒരു പ്രമാണബദ്ധമായി കിട്ടിയ വിശ്വാസമല്ല, ഒരു നബി വന്ന് പഠിപ്പിച്ച് കിതാബിൽ നിന്ന് കിട്ടിയ ഒരു വിശ്വാസമല്ല അവർക്കുള്ളത്. ഓലിങ്ങനെ പാരമ്പര്യമായി കൈമാറി പോകുന്ന ഒരു പരലോകം അതേ ഓലെടുത്തുള്ളൂ. അല്ല അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോ ബാക്കി കാര്യങ്ങളോ അതൊന്നും അവരെ സംബന്ധിച്ച് അവർക്കത്ര അറിയുകയില്ല. അങ്ങനെ കേട്ടുമ്പോൾ കേട്ടു പോന്നു, ഒരു പരലോകം ഉണ്ട്, മരിച്ചാണ്ടാകുമ്പോൾ എണീക്കും എന്നവർക്കറിയാം. അതിനപ്പുറത്ത് അതിന് വിശദാംശങ്ങളൊന്നും അറിയില്ല. എന്നാൽ അതൊന്നുമില്ലാത്ത കേവല ഭൗതികവാദികൾ അതും അവിടെ ഉണ്ട്. അതായത് നമ്മളിങ്ങനെ ജീവിക്കുന്നു, മരിക്കുന്നു, അതിനപ്പുറത്ത് വേറൊന്നുമില്ല. നമ്മളങ്ങനെ കാലം കഴിയുമ്പോൾ മരിച്ചു പോകുന്നു എന്നല്ലാതെ ഇനി രണ്ടാമത് എണീക്കുകയൊന്നുമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾ ആയിരിക്കാം. അതെ, അവരാണ് ഈ ചോദ്യം അവരാണ്. നിരീശ്വരവാദികൾ അവരെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒരു വിധി അല്ലെങ്കിൽ നിർണയങ്ങൾ രണ്ടാമത് എണീറ്റ് വരികയൊന്നുമില്ല. നമ്മളെങ്ങനെ ജനിച്ചു, നമ്മളെങ്ങനെ മരിച്ചു പോകുന്നു എന്നല്ലാതെ കാലത്തിൻ്റെ ഓരോരോ കാട്ടിക്കൂട്ടാണതൊക്കെ, പ്രകൃതിയുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞ കേവലം ഭൗതികവാദികളായ ആളുകൾ, ദഹരിയാക്കൾ എന്നാണ് തഫ്സീറൊക്കെ പരിചയപ്പെടുത്തുന്നത്. ആ വാദക്കാരും അന്നത്തെ കൂട്ടത്തിൽ ഉണ്ട്. ഇനി പരലോക വിശ്വാസം ഉള്ളവർ തന്നെ അള്ളാഹും റസൂലും പഠിപ്പിച്ച അതേ പരലോകം അതേ രൂപത്തിലാണോ വിശ്വസിക്കുന്നത് വെച്ചാൽ അല്ല, മരണശേഷം ജീവിക്കും എന്ന് വിശ്വസിക്കുന്നതല്ലാതെ അത് ഈ പറഞ്ഞ പോലത്തെ നരകവും സ്വർഗവും വിചാരണയും മഹ്ശറും ഒക്കെ ഉള്ള അങ്ങനത്തെ പരലോകമൊന്നും അവരെ സംബന്ധിച്ച് അവർക്ക് അറിയില്ല, അവരങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹു അഅലം. അടുത്ത മൊത്തം പറഞ്ഞു, ഇൻസാനു അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യാ.
മനുഷ്യൻ പറയുന്നു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ജീവനോടെ പുറപ്പെടുവിക്കപ്പെടുമെന്നോ. അവലായദ്കുറുൽ ഇൻസാൻ, മനുഷ്യൻ ഓർക്കുന്നില്ലേ, അന്നാ ഖലഖനാഹു, നിശ്ചയമായും നാം അവനെ സൃഷ്ടിച്ചിട്ടുണ്ട്, മിൻ ഖബ്ലു, ഇതിനു മുമ്പ്, വലം യകു ശൈആ, അന്നവൻ യാതൊന്നും ആയിരുന്നില്ല എന്നവൻ ഓർക്കുന്നില്ലേ. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويقول الإنسان أإذا ما مت لسوف أخرج حيا أولا يذكر الإنسان أنا خلقناه من قبل ولم يك شيئا سبحانك الله.